ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ വിലാപങ്ങളുടെ പുസ്തകം 3:22 വായിക്കുന്നു. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് യഥാസ്ഥാപനമുണ്ടെന്ന് വിലാപങ്ങളുടെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിനെതിരായി മത്സരിച്ചതിൻ്റെ ഫലമായി ബാബിലോന്യർ യെരുശലേമിനെ ആക്രമിക്കുകയും ദേശം ശൂന്യമായി തീരുകയും ചെയ്തു. ദൈവം യെരുശലേമിനെ കൈവിട്ടു എന്ന വ്യക്തമായ തെളിവിന് ആധാരമായി യെരുശലേമുമായി സഖ്യത്തിലായിരുന്ന അയൽ രാജ്യങ്ങളൊക്കെയും ശത്രുക്കളായി തീർന്നു. ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീയെപ്പോലെയും രാജകുമാരി ആയിരുന്നവൾ അടിമയായി തീർന്നത് പോലെയും യെരുശലേം കാണപ്പെടുന്നു. അധ്യായം 3 സ്വന്തം ജനത്തിന്റെ ദുഃഖത്തിൽ യിരെമ്യാവ് പങ്കുചേരുകയും ദൈവത്തിന്റെ വിശ്വസ്തതയെ അറിയിക്കുകയും ചെയ്യുന്നു. ജനത്തിന്റെ അതികഠിനമായ കഷ്ടാനുഭവത്തോട് പ്രവാചകൻ ഏകീഭവിക്കുന്നു. തന്റെ ജനത്തോടുള്ള ശിക്ഷാ നടപടിയെ യിരെമ്യാവ് അനുകൂലിക്കുന്നു എങ്കിലും അവരുടെ ഇരുളിന്റെ അവസ്ഥയിൽ ഒരു വലിയ പ്രത്യാശയുടെ കിരണം കാണുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവനാണ്. കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ല. ദൈവം ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയയ്ക്കൊത്തവണ്ണം അവന് കരുണ തോന്നുന്നു. കഷ്ടപ്പാടുകൾ ദൈവിക ന്യായവിധിയുടെ ഫലമാണെങ്കിലും പാപം ഏറ്റുപറയുകയും ദൈവത്തെങ്കിലേക്ക് തിരിയുകയും ചെയ്യുന്നവർക്ക് കരുണ ലഭിക്കുക തന്നെ ചെയ്യും. ദൈവം ദീർഘക്ഷമയും മഹാദയും ഉള്ളവനാണ്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. പാപം ചെയ്യുമ്പോൾ ദൈവം നമ്മെ ശിക്ഷിക്കുമെങ്കിലും പൂർണ്ണമായും നാം തകർന്നു പോകുവാൻ അവൻ നമ്മെ അനുവദിക്കുന്നില്ല. അതായത് ഒരപ്പൻ തൻ്റെ മകനെ ശിക്ഷിച്ച് നേരായ വഴിയിൽ നടത്തുന്നത് പോലെ തൻ്റെ ജനത്തെ യഥാസ്ഥാപനപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും തൻ്റെ ജനത്തോടൊപ്പമുണ്ട്. ദൈവത്തിൻ്റെ ദയ ഓരോ പ്രഭാതത്തിലും പുതിയതാകുന്നു. ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാൻ ദൈവത്തിൻ്റെ കരുണ നമ്മെ സഹായിക്കുന്നു. അനുദപിക്കുവാനുള്ള ആഹ്വാനത്തിൽ നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരിയുക. നാം കൈകളെയും ഹൃദയത്തെയും സ്വർഗസ്ഥനായ ദൈവത്തെങ്കിലേക്ക് ഉയർത്തുക. ദൈവത്തിൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല. BC 586 യെരുശലേമിൽ വെച്ച് എഴുതപ്പെട്ട യിരെമ്യാവിൻ്റെ പുസ്തകമായ വിലാപങ്ങളുടെ പ്രധാന സന്ദേശം ഈ നാളുകളിൽ നമുക്ക് പ്രത്യാശ നൽകുന്നതാണ്. തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ പിതാവ് ഒരുക്കിയ രക്ഷാപദ്ധതി ദൈവത്തിന് നമ്മോടുള്ള കരുണയെയും സ്നേഹത്തെയും കാണിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്നും നിത്യദണ്ഡനത്തിൽ നിന്നും യേശു നമ്മെ വിടുവിക്കുന്നു. പറ്റാത്ത കരുണയുടെ ഉറവിടമായ കർത്താവിൽ വിശ്വസിക്കുക, വിടുവിക്കുന്ന കർത്താവിൽ ആശ്രയിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകും.